നമസ്കാരം. ഉത്ര നക്ഷത്രക്കാരുടെ വിവാഹ പൊരുത്തമാണ്. ജ്യോതിഷത്തിലെ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് കേരള വൈദിക പശ്ചാത്തലത്തിൽ, വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കേവലമായ ഒരു ഉടമ്പടിയല്ല, മറിച്ച് രണ്ട് ആത്മാക്കളുടെയും അവരുടെ കർമ്മഫലങ്ങളുടെയും സംയോഗമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നക്ഷത്രപ്പൊരുത്തം അഥവാ ജാതകപ്പൊരുത്തം എന്നത് ഈ ആത്മീയ ബന്ധത്തിന്റെ ദൃഢതയും ഭാവിയിലെ ഐശ്വര്യവും മുൻകൂട്ടി അറിയാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളാണ്. 27 നക്ഷത്രങ്ങളിൽ 12ാമത്തെ നക്ഷത്രമായ ഉത്രം ആദിത്യൻ അഥവാ സൂര്യൻ ഭരണാധിപനായുള്ളതും ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ ഒരു നക്ഷത്രമാണ്. സൂര്യന്റെ തേജസ്സും ആര്യമാവ് എന്ന ദേവതയുടെ സംരക്ഷണവും ഈ നക്ഷത്ര ജാതകർക്ക് നേതൃപാഠവും സ്ഥിരതയും നൽകുന്നു. ഉത്ര നക്ഷത്രക്കാരായ സ്ത്രീകളുടെ വിവാഹ പൊരുത്തം, അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ, വിവാഹ സംഗമം, ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ചൊവ്വാദോഷം, പാപസാമ്യം ഇവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നോക്കാം. ഉത്ര നക്ഷത്രം ഭാരതീയ രാശിചക്രത്തിൽ ചിങ്ങൻ രാശിയുടെ അവസാനത്തെ 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ കന്നിരാശിയുടെ ആദ്യത്തെ 10 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇതിൽ ആദ്യത്തെ കാൽഭാഗം അഥവാ 1-ാം പാദം ചിങ്ങൻ രാശിയിലും ബാക്കി 3 പാദങ്ങൾ കന്നിരാശിയിലുമായിട്ടാണ് വരുന്നത്. ഉത്ര നക്ഷത്രത്തിന്റെ ദേവത 12 ആദിത്യന്മാരിൽ ഒരാളായ ആര്യമാവാണ്. സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിനും കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നതിനും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നതിനും ആര്യമാവ് അനുഗ്രഹം നൽകുന്നു. ഉത്ര നക്ഷത്രക്കാരായ സ്ത്രീകൾ ബുദ്ധിമതികളും മൃദുവായ സംസാര ശൈലി ഉള്ളവരുമാണ്. ഇവർ കണക്കിലും ഭരണപരമായ കാര്യങ്ങളിലും മികവ് പുലർത്തുന്നവരുമാണ്. ഓരോ നക്ഷത്രത്തെയും 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിലൂടെ വ്യക്തിത്വത്തിൽ സൂക്ഷ്മമായ മാറ്റങ്ങൾ പ്രകടമാകും. 1-ാം പാദം രാശി ചിങ്ങം, നവാംശം ധനു. സവിശേഷത നൈതികത, നേതൃപാടവം, ആത്മവിശ്വാസം, വലിയ ലക്ഷ്യങ്ങൾ ഇവയൊക്കെയാണ്. 2-ാം പാദം കന്നിരാശി, മകരം നവാംശം. അച്ചടക്കവും പ്രായോഗികത, കഠിനാധ്വാനം, വിശകലന ബുദ്ധി ഇവയൊക്കെയാണ് സവിശേഷത. 3-ാം പാദം കന്നിരാശി, കുംഭം നവാംശമാണ്. ബുദ്ധിശക്തി, ലക്ഷ്യബോധം, മാനവികത, വിവേകം ഇവയൊക്കെയാണ് സവിശേഷത. 4-ാം പാദം കന്നിരാശി, മീനം നവാംശം. ആത്മീയത, കാരുണ്യം, മൃദുവായ സംസാരം, വിവേകം ഇവയൊക്കെയാണ് സവിശേഷത. ഈ പാദഭേദങ്ങൾ വിവാഹ പൊരുത്തം പരിശോധിക്കുമ്പോൾ ലഗ്നാലോചനയിൽ അതീവ പ്രധാനമാണ്. 1-ാം പാദക്കാർ സൂര്യന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനത്തിൽ അല്പം മുൻകോപികൾ ആകാൻ സാധ്യതയുണ്ടെങ്കിൽ 2, 3, 4 പാദക്കാർ കന്നിരാശിയിൽ ബുധന്റെ സ്വാധീനത്തിൽ കൂടുതൽ വിവേകശാലികളായി കണക്കാക്കപ്പെടുന്നു. ഉത്ര നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കേരളീയ ജ്യോതിഷത്തിലെ 10 പൊരുത്തങ്ങൾക്കൊപ്പം ദോഷസാമ്യവും ഗ്രഹമൈത്രിയും പ്രധാനമായും പരിഗണിക്കുന്നു. ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, അത്തം, ചോതി, അനിഴം, പൂരാടം, തിരുവോണം, ചതയം, ഉത്രട്ടാതി. മധ്യമമായ പൊരുത്തങ്ങൾ ചില നക്ഷത്രങ്ങൾ ഗ്രഹനിലയിലെ മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിച്ച് മാത്രം തിരഞ്ഞെടുക്കാവുന്നവയാണ്. കാർത്തിക, പൂയം, ആയില്യം, മകം, പൂരം, മൂലം എന്നീ നക്ഷത്രക്കാർ മധ്യമമായ ഫലങ്ങളാണ് നൽകുന്നത്. ഇവരുടെ ജാതകത്തിലെ പാപസമയം 7-ാം ഭാവത്തിന്റെ ശക്തിയും പരിശോധിച്ച് വിവാഹ തീരുമാനം എടുക്കാവുന്നതാണ്. പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് ഒഴിവാക്കേണ്ട നക്ഷത്ര ജോഡികളാണ്. ഇത്തരം പൊരുത്തങ്ങൾ ദാമ്പത്യ കലഹങ്ങൾക്കും വേർപിരിയലുകൾക്കും കാരണമാകുമെന്നാണ് പറയുന്നത്. ചിത്തിര, വിശാഖം യോനിപ്പൊരുത്തത്തിലെ ശത്രുത മൂലം ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ചേരില്ല. പശുവും പുലിയും തമ്മിലുള്ള സ്വാഭാവിക വിരോധം ഇവിടെ പ്രകടമാകുന്നു. തൃക്കേട്ട സൂര്യന്റെ നക്ഷത്രമായ ഉത്രത്തിന് ബുധന്റെ നക്ഷത്രമായ തൃക്കേട്ടയുമായി മനപ്പൊരുത്തം കുറവായിരിക്കും. ഉത്രം 1-ാം പാദക്കാർ പൂരിട്ടാതി, മീനരാശി, ഉത്രട്ടാതി, രേവതി എന്നീ ഒഴിവാക്കുന്നത് ഉത്തമമാണ്. ഉത്രം 2, 3, 4 പാദക്കാർ അശ്വതി, ഭരണി, കാർത്തിക, മേടരാശി എന്നീ നക്ഷത്രങ്ങളുമായുള്ള വിവാഹം പ്രതികൂല ഫലങ്ങൾ നൽകാനാണ് സാധ്യത. ജ്യോതിഷശാസ്ത്രത്തിലെ വിവാഹ പൊരുത്തം നിർണ്ണയിക്കുന്നതിനായി 10 ഘടകങ്ങളാണ് അടിസ്ഥാനപരമായി പരിശോധിക്കുന്നത്. ഇത് ദമ്പതികളുടെ ജീവിതത്തിന്റെ വിവിധ ഭൗതികവും മാനസികവുമായ വശങ്ങളെ സൂചിപ്പിക്കുന്നു. ദിനപ്പൊരുത്തം ദമ്പതികളുടെ ആയുസ്സിനും ആരോഗ്യത്തിനുമാണ് ഇതിലൂടെ കണക്കാക്കുന്നത്. വധുവിന്റെ നക്ഷത്രം മുതൽ വരന്റെ നക്ഷത്രം വരെ എണ്ണിക്കിട്ടുന്ന സംഖ്യ 2, 4, 6, 8, 9, 11, 13, 15, 18, 20, 24, 26 എന്നിവയിൽ ഒന്നാണെങ്കിൽ ഉത്തമമായി കണക്കാക്കുന്നു. ഗണപ്പൊരുത്തം സ്വഭാവവും പ്രകൃതവും തമ്മിലുള്ള ചേർച്ചയാണ്. നക്ഷത്രങ്ങളെ ദേവ, മനുഷ്യ, രാക്ഷസ ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. ഉത്തരം മനുഷ്യഗണമാണ്. വധുവും വരനും ഒരേ ഗണത്തിൽ പെടുന്നത് ഉത്തമമായി കണക്കാക്കുന്നു. മഹേന്ദ്ര പൊരുത്തം പുത്രസമ്പത്തിനെയും വംശവർദ്ധനവിനെയും ഇത് സൂചിപ്പിക്കുന്നു. വരന്റെ നക്ഷത്രം വധുവിന്റെ നക്ഷത്രത്തിൽ നിന്ന്
4, 7, 10, 13, 16, 19, 22, 25 എന്നിങ്ങനെ വരുന്നത് ശുഭകരമായി പറയുന്നു. സ്ത്രീ ദീർഘപൊരുത്തം വിവാഹശേഷം സ്ത്രീയുടെ ഐശ്വര്യത്തിനും ആയുസ്സും വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. വധുവിന്റെ നക്ഷത്രത്തിന് 13 നക്ഷത്രങ്ങൾക്കപ്പുറം വരന്റെ നക്ഷത്രം വരുന്നത് ഉത്തമമാണ്. യോനിപ്പൊരുത്തം ലൈംഗിക സംതൃപ്തിയും ദാമ്പത്യത്തിലെ ഇഴയെടുപ്പവും ഇതിലൂടെ അറിയാം. ഓരോ നക്ഷത്രത്തിനും ഒരു മൃഗത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉത്രം പശു, ചിത്തിര, വിശാഖം എന്നിവയുടെ യോനി മൃഗം പുലിയായതിനാൽ ഉത്രവുമായി കടുത്ത ശത്രുതയുമുണ്ട്. രാശിപ്പൊരുത്തം മനസാന്നിധ്യവും ഐക്യവും സൂചിപ്പിക്കുന്നു. രാശ്യാധിപ പൊരുത്തം രാശി അധിപന്മാർ തമ്മിലുള്ള സൗഹൃദം ദമ്പതികൾക്കിടയിലെ സ്നേഹം വർദ്ധിപ്പിക്കുന്നു. വശ്യപ്പൊരുത്തം ദമ്പതികൾ തമ്മിലുള്ള കാന്തികമായ ആകർഷണത്തെയും പ്രണയത്തെയും കുറിക്കുന്നു. രജ്ജുപ്പൊരുത്തം വിവാഹത്തിൽ അത്യന്തം പ്രധാനമാണ്. മംഗല്യഭാഗ്യത്തെ ബാധിക്കുന്ന മധ്യമരജ്ജു ദോഷം വരുന്ന വിവാഹത്തിന് വർജ്യമാണ്. ഉത്തരനക്ഷത്രം ഖണ്ഡരജ്ജുവിൽ വരുന്നു. വേദപ്പൊരുത്തം ദാമ്പത്യത്തിലുണ്ടാകുന്ന ശത്രുതയും അപകടങ്ങൾ ഒഴിവാക്കാൻ വേദപ്പൊരുത്തം ആവശ്യമാണ്. വിവാഹം എപ്പോൾ നടക്കും എന്നത് ഓരോ വ്യക്തിയുടെയും ദശകാലങ്ങളെ ഗോചരങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഉത്തരനക്ഷത്രക്കാർക്ക് സാധാരണയായി വിവാഹത്തിന് അനുകൂലമായ പ്രായപരിധി 22 മുതൽ 28 വയസ്സ് വരെയാണ്. എന്നാൽ ചില ദോഷങ്ങൾ കാരണമായോ ഗ്രഹനിലയിലെ മാറ്റങ്ങൾ മൂലമോ വിവാഹം വൈകാൻ സാധ്യതയുണ്ട്. 30 വയസ്സിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നീട് 40, 42, 45, 48 വയസ്സുകളിലാണ് വിവാഹയോഗം കൂടുതലായും കണ്ടുവരുന്നത്. ശരിയായ സമയത്ത് വിവാഹം നടക്കാത്തവർ ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടതും അനിവാര്യമാണ്. വിവാഹത്തിന്റെ സമയം നിർണ്ണയിക്കുന്നതിൽ ദശാകാലങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിവാഹം നടക്കാൻ സാധ്യതയുള്ള ചില പ്രധാന ദശാകാലങ്ങളാണ്. ശുക്രദശ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. ശുക്രൻ കളത്രകാരനായതിനാൽ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അധിപൻ എന്നുള്ളതാണ്. ഈ ദശയിൽ വിവാഹയോഗം ശക്തമാണ്. രാഹുദശ 20 മുതൽ 38 വയസ്സുവരെയുള്ള കാലയളവിൽ രാഹുദശ വരികയാണെങ്കിൽ പ്രണയവിവാഹങ്ങൾക്കും വിദേശ ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. 7ാം ഭാവാധിപന്റെ ദശ ജാതകത്തിലെ 7ാം ഭാവത്തിന്റെ അധിപന്റെ ദശയോ ഭുക്തിയോ വരുമ്പോൾ വിവാഹത്തിന് വഴിതെളിയും. നക്ഷത്രപ്പൊരുത്തം 100% ഉണ്ടെങ്കിലും ഗ്രഹനിലയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ദാമ്പത്യം പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനവും ശക്തിയും കൃത്യമായി പരിശോധിക്കുക. ജാതകത്തിലെ 7ാം ഭാവമാണ് ദാമ്പത്യ ജീവിതത്തെയും പങ്കാളിത്തത്തെയും പ്രതിനിധീകരിക്കുന്നത്. 7ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളായ വ്യാഴമോ ശുക്രനോ നിൽക്കുന്നത് നല്ലതാണെങ്കിലും ശുക്രൻ ഒറ്റയ്ക്ക് 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരകോ ഭാവനാശായ എന്ന നിയമപ്രകാരം ചില ദോഷങ്ങൾ ഉണ്ടാകും. ശുക്രൻ മാരഗ്രഹങ്ങളായ ശനി, രാഹു, ചൊവ്വ ഇവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിവാഹത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ പങ്കാളിയിൽ നിന്ന് വിഷമങ്ങൾ നേരിടാനും സാധ്യതയുണ്ട്. ചിങ്ങം രാശിയിലെ ഉത്രം ഇവർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി 7ാം ഭാവത്തിൽ ഉണ്ടാകുന്നത് ദാമ്പത്യത്തിലെ വിള്ളലുകൾ ഇല്ലാതാക്കാൻ സഹായിക്കും. കന്നിരാശിയിലെ ഉത്രം ഇവർക്ക് ബുധന്റെ സ്വാധീനം കൂടുതലായാൽ പങ്കാളിയുമായി മികച്ച ആശയവിനിമയം നടത്താനും സാധിക്കും. ചൊവ്വ ഗ്രഹം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 1, 2, 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നതിനെയാണ് ചൊവ്വാദോഷം അഥവാ കുജദോഷം എന്ന് വിളിക്കുന്നത്. ഇത് പങ്കാളികൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മുൻകോപത്തിനുള്ള കാരണമാകാം. ഒരു ചൊവ്വാദോഷമുള്ള പെൺകുട്ടി അതേ അളവിൽ ദോഷമുള്ള ഒരു ആൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ ദോഷമില്ലാതാകുന്നു. ഇതിനെയാണ് ചൊവ്വയെ ചൊവ്വ കൊണ്ട് മുറിക്കുക എന്ന് പറയുന്നത്. ചൊവ്വ 8ാം ഭാവത്തിൽ നിൽക്കുന്നത് സ്ത്രീ ജാതകത്തിൽ വൈവിധ്യ ദോഷങ്ങളായി കരുതപ്പെടുന്നുണ്ടെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ഈ ദോഷം ഇല്ലാതാവുകയും ചെയ്യും. ഉത്തരനക്ഷത്രക്കാർക്ക് ശാസ്താപ്രീതി വരുത്തുന്നത് അത്യന്തം ഗുണകരമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം സമർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദശകാലങ്ങളിൽ ഉത്തരനക്ഷത്രം തോറും അന്നദാനം നടത്തുന്നത് ദോഷപരിഹാരമാണ്. ഉത്തരനക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസം അത്യന്തം വിശേഷപ്പെട്ടതാണ്. ഭഗവാൻ ശിവനും പാർവതിയും വിവാഹിതരായ ദിവസമാണിത്. ഈ ദിവസം വ്രതമെടുക്കുന്നതും കല്യാണങ്ങളിൽ പങ്കെടുക്കുന്നതും വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും.